നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. കൊച്ചി എളമക്കര സ്വദേശിനിയാണ് നടി മീരാനന്ദൻ. ലാൽ ജോസ് ചിത്രം മുല്ലയിലൂടെ 2008 താരം സിനിമ അരങ്ങേറ്റം കുറിക്കുന്നത്. പുതിയ മുഖം, എൽസമ്മ നാൻകുട്ടി, അപ്പോത്തിക്കിരി തുടങ്ങിയവയാണ് ശ്രദ്ധേയമായ ചിത്രങ്ങൾ. നിലവിൽ ദുബായിൽ നിന്നുള്ള മലയാളം റേഡിയോ സ്റ്റേഷൻ ഗോൾഡ് 101.3 FM-ൽ ആർജെയാണ്. ഒരു മാസം മുമ്പാണ് അത്യാഡംബരത്തോടെ മീരാനന്ദന്റെ വിവാഹം നടന്നത്. ഗുരുവായൂർ ക്ഷേത്രനടയിൽ കണ്ണന്റെ മുമ്പിൽ വെച്ചായിരുന്നു താലികെട്ട്. പിന്നീട് സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും എല്ലാമായി വിവാഹ സൽക്കാരവും നടത്തി. സിനിമ, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. വർക്കല എടവ സ്വദേശിയായ ശ്രീജുവാണ് മീരയെ വിവാഹം ചെയ്തതും. ലണ്ടനിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്യുകയാണ് ശ്രീജു. മാട്രിമോണി സൈറ്റ് വഴിയാണ് ഇരുവരും പരിചയപ്പെടുന്നതും. പിന്നീട് മീരയെ നേരിൽ കാണാനായി UK-യിൽ നിന്നും ശ്രീജു ദുബായിലേക്ക് എത്തി. ഇരുവർക്കും ഇഷ്ടമാകുകയും വിവരം വീട്ടുകാരെ അറിയിക്കുകയുമായിരുന്നു. തുടർന്ന് വീട്ടുകാർ തമ്മിൽ ആലോചിച്ച് വിവാഹം ഉറപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം. വിവാഹശേഷം അധിക നാൾ ഒരുമിച്ച് നാട്ടിൽ നിൽക്കാൻ ഇരുവർക്കും കഴിഞ്ഞില്ല. UAE-യിൽ ഗോൾഡ് FM-ൽ റേഡിയോ ജോക്കി ആയതുകൊണ്ട് തന്നെ മീര ദുബായിലേക്ക് തിരികെ പോയി. ശ്രീജു ലണ്ടനിലേക്കും പറന്നു. ലീവ് കിട്ടാനില്ലെന്നത് തന്നെയാണ് ഇരുവരും ഒരുമിച്ച് അധിക സമയം പിന്നിടാതിരുന്നതിന് പിന്നിലെ പ്രധാന കാരണം. ലണ്ടനിൽ ഒരു വിവാഹ സൽക്കാരം നടത്താൻ പ്ലാനുള്ളതായി വിവാഹിതരായ ശേഷം വിശേഷങ്ങൾ പങ്കിടവേ മീര പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ വിവാഹം കഴിഞ്ഞിട്ട് ഒരു മാസം പിന്നിട്ടു എന്നതിന്റെ സന്തോഷം ഭർത്താവ് ശ്രീജുവിനൊപ്പമുള്ള സുന്ദര നിമിഷം പങ്കിട്ട് മീര അറിയിച്ചിരിക്കുകയാണ്. 1 month down, forever to go എന്നാണ് മീര വീഡിയോയ്ക്കൊപ്പം കുറിച്ചത്. മൈ ലവ്, മൈ വേൾഡ്, ഹാപ്പിനെസ്, പോസിറ്റീവ് വൈബ്സ്, ഹസ്ബൻഡ്, മിസ് യു തുടങ്ങി ഹാഷ്ടാഗുകൾക്കൊപ്പമായിരുന്നു മീരയുടെ വീഡിയോ ശ്രദ്ധിക്കപ്പെട്ടതോടെ നിരവധി കമന്റുകളും പ്രത്യക്ഷപ്പെട്ടു. ഏറെ കമന്റുകൾ മീരയുടെയും ശ്രീജുവിന്റെയും സന്തോഷകരമായ ദാമ്പത്യത്തിന് ദീർഘായുസ് ആശംസിച്ചുള്ളതായിരുന്നു. ശ്രീജുവിന്റെ പെരുമാറ്റത്തെ പ്രശംസിച്ചും കമന്റുകളുണ്ട്. വളരെ നിഷ്കളങ്കനും ജെന്യുവിനുമായ വ്യക്തിയാണ് ശ്രീജു എന്ന് തോന്നുന്നു. മുല്ല സിനിമ തൊട്ട് കണ്ടുവരുന്ന കുട്ടിയാണ് മീര. വീട്ടിലെ ഒരാളെ പോലെ തോന്നുന്ന ഒരാൾ. ഒരുപാട് സന്തോഷം മീര, നല്ല ഒരാളെ തന്നെ ഭർത്താവായി കിട്ടിയല്ലോ എന്നിങ്ങനെയെല്ലാമാണ് കമന്റുകൾ. ചിലർക്ക് മീരയുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു മാസം പിന്നിട്ടു എന്നത് വിശ്വസിക്കാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ആശ്ചര്യവും ചിലർ കമന്റിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പോസിറ്റീവ് കമന്റുകൾക്ക് പുറമെ ചിലർ പതിവായുള്ള പരിഹാസ കമന്റുകളുമായും എത്തിയിട്ടുണ്ട്. കൂടുതലും ശ്രീജുവിന്റെ രൂപത്തെ പരിഹസിച്ചുള്ളതായിരുന്നു. ഇന്ന് ബംഗാളി വാർക്കപ്പണിക്ക് പോയില്ലേ ശകുന്തളെ, നിങ്ങൾ ഇതുവരെ ഡിവോഴ്സ് ആയില്ലേ എന്നിങ്ങനെയാണ് അവയിൽ ചിലത്. ശ്രീജുവിനെ ബോഡി ഷെയിം ചെയ്തുള്ള കമന്റുകൾ മീര വിവാഹ നിശ്ചയത്തിന്റെ ഫോട്ടോകൾ പങ്കിട്ടപ്പോൾ മുതൽ വരാൻ തുടങ്ങിയതാണ്. എന്നാൽ ഇതുവരെയും ഒന്നിനോടും പ്രതികരിക്കാൻ മീര തയ്യാറായിട്ടില്ല. ശ്രീജുവിനൊപ്പമുള്ള ദാമ്പത്യത്തിൽ മീര അതീവ സന്തോഷത്തിലാണെന്നത് താരത്തിന്റെ ഫോട്ടോയിലും വീഡിയോയിലും വ്യക്തമാണ്. മീരയെ കണ്ടപ്പോൾ തന്നെ അവളെ വിവാഹം കഴിക്കാൻ തന്നെ ആഗ്രഹിച്ചിരുന്നുവെന്നും ഈ കുട്ടി എന്റെ ഭാര്യയാകണമെന്ന് താൻ ഉറപ്പിച്ചിരുന്നുവെന്നുമാണ് മീരയെ കണ്ട നിമിഷത്തെക്കുറിച്ച് സംസാരിക്കവേ ശ്രീജു മുമ്പൊരിക്കൽ പറഞ്ഞത്. ശ്രീജു ലണ്ടനിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. 16 വർഷങ്ങൾക്ക് ശേഷം സ്വന്തം വിവാഹ നിശ്ചയത്തിനാണ് ശ്രീജു കേരളത്തിലെത്തിയത്. രണ്ടുപേരുടെ സ്വഭാവം രണ്ടാണെന്നും തന്നെ പോലെ ടെൻഷൻ അടിക്കുന്ന പ്രകൃതമേ അല്ല ശ്രീജുവിൻ്റെതാണെന്നും അതാണ് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നും മീര മുമ്പൊരിക്കൽ ശ്രീജുവിനെ കുറിച്ച് കൊണ്ട് പറഞ്ഞത്. You're watching me on metromatney.com. On metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.